എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് മനുഷ്യരാശിയോടുള്ള ദൈവത്തിൻ്റെ നിരുപാധികവും ത്യാഗപരവുമായ സ്നേഹത്തെക്കുറിച്ച് ശ്രവിക്കാം. റോമൻസ് 5:8. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ഈ വാക്യം റോമാക്കാർക്കുള്ള അപ്പോസ്തലനായ പൗലോസിൻ്റെ കത്തിൻ്റെ ഭാഗമാണ്. അവിടെ അദ്ദേഹം ക്രിസ്തുവിലുള്ള നീതീകരണം, കൃപ, വിശ്വാസികൾക്കുള്ള സുരക്ഷിതത്വം എന്നീ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു. ഈ അധ്യായത്തിൽ മനുഷ്യരാശി പാപത്തിൻ്റെയും കലാപത്തിൻ്റെയും അവസ്ഥയിലായിരിക്കെ യേശുക്രിസ്തുവിൻ്റെ ബലിമരണത്തിൽ ദൈവസ്നേഹം പൂർണ്ണമായി പ്രകടമാക്കപ്പെട്ടുവെന്ന് ഊന്നിപ്പറയുന്നു. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവസ്നേഹത്തിൻ്റെ ആഴവും രക്ഷയുടെ ഉറപ്പും കാണിക്കാനാണ് പൗലോസ് ഇതെഴുതുന്നത്. ഈ വാക്യം മനുഷ്യരാശിയോടുള്ള ദൈവത്തിൻ്റെ നിരുപാധികവും ത്യാഗപരവുമായ സ്നേഹത്തെ ഊന്നിപ്പറയുന്നു. ഇത് സുവിശേഷത്തിൻ്റെ നിരവധി നിർണായക വശങ്ങൾ നൽകുന്നു. ദൈവസ്നേഹം സജീവവും മനഃപൂർവവുമാണ്. ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ അവൻ തൻ്റെ സ്നേഹം വളരെ മൂർത്തമായ രീതിയിൽ പ്രകടമാക്കി. ക്രിസ്തുവിൻ്റെ ത്യാഗം നാം സമ്പാദിക്കുന്നതിനോ അർഹിക്കുന്നതിനോ ആധാരമായിരുന്നില്ല എന്ന ആശയത്തെ ഇത് അടിവരയിടുന്നു. നമ്മുടെ അയോഗ്യതയ്ക്കിടയിലും സ്നേഹം കാണിക്കുന്നത് നമ്മുടെ സ്നേഹം കൊണ്ടല്ല, മറിച്ച് നമ്മുടെ പാപങ്ങൾക്കിടയിലും ആയിരുന്നു. ദൈവസ്നേഹവും ക്രിസ്തുവിൻ്റെ ത്യാഗവും നമ്മുടെ യോഗ്യതയിലല്ല, മറിച്ച് ദൈവത്തിൻ്റെ കരുണയിലും സ്നേഹത്തിലും അധിഷ്ഠിതമാണെന്ന് ഇത് ശക്തിപ്പെടുത്തുന്നു. ദൈവം നമ്മോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നു എന്നത് ദൈവസ്നേഹം ഒരു സൈദ്ധാത്മിക സങ്കല്പമല്ല, മറിച്ച് പ്രവർത്തനത്തിൽ കാണിക്കുന്ന ഒന്നാണ്. ദൈവം തൻ്റെ സ്നേഹത്തെ ഏറ്റവും മൂർത്തമായ രീതിയിൽ തെളിയിക്കുന്നു. യേശുവിൻ്റെ കുരിശിലെ മരണത്തിലൂടെ. നാം പാപികളായിരിക്കുമ്പോൾ എന്നത് ക്രിസ്തുവിൻ്റെ ത്യാഗത്തിനു മുമ്പുള്ള മനുഷ്യരാശിയുടെ അവസ്ഥ എടുത്തു കാണിക്കുന്നു. പകരം അവൻ ആദ്യം നമുക്ക് വേണ്ടി മരിക്കാൻ തൻ്റെ പുത്രനെ അയച്ചുകൊണ്ട് തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നു. ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്നത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കാതലായ സന്ദേശമാണ്. മനുഷ്യരാശിയുടെ പാപങ്ങൾക്ക് പകരമായി യേശുവിൻ്റെ ത്യാഗപരമായ മരണം. ദൈവത്തിൻ്റെ സ്നേഹം നിരുപാധികമാണെന്ന് നാം തിരിച്ചറിയണം. ദൈവസ്നേഹത്തോടെ പ്രതികരിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിന് മാതൃകയാവുകയും ചെയ്യുക. സ്നേഹപിതാവേ, വിശ്വാസത്തിൽ പ്രതികരിക്കാനും മറ്റുള്ളവരോടുള്ള ആ സ്നേഹത്തിൽ ജീവിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.